നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 15 വൈകുന്നേരം 4 മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ അക്രമം. 2 പേർ ആശുപത്രിയിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. അലാമിപ്പള്ളിയിലാണ് കൺവെൻഷൻ നടന്നത്. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 40 CRPF ധീരജവാന്മാരുടെ അനുസ്മരണ യോഗം നടത്തി. പുതിയ കോട്ടയിൽ വാർഡ് കൗൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ HR സുകന്യ ഉദ്ഘാടനം ചെയ്തു. പുതിയ സംരംഭകരെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി C ജാനകിക്കുട്ടി അനുസ്മരണം നടത്തി. മേലാംകോട്ട് AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ചന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 15-ന് വൈകുന്നേരം 4 മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറം ജില്ലയിലാണ് COEയുടെ സംസ്ഥാന സമ്മേളനം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോഡ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി 15-ന് വൈകുന്നേരം 4 മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്ന് NA നെല്ലിക്കുന്ന് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ മറ്റ് MLA മാരായ E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ലോഹിതാക്ഷൻ, സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ P വിനോദ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് K ദിവാകര, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P പ്രകാശ്, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ ഹരീഷ് P നായർ സ്വാഗതവും COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറയും. കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്നു. നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പരിപാടിയിൽ 15-ാം തീയതി പൊതു സമ്മേളനവും അതുപോലെ വിളംബര ഘോഷയാത്രയും. വിളംബര ഘോഷയാത്ര കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വിളംബര ഘോഷയാത്ര അവസാനിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ പൊതുസമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുസമ്മേളനം കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ജില്ലയിലെ MLA മാരായ E ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ AKM അഷ്റഫ്, കൂടാതെ COA സംസ്ഥാന പ്രസിഡന്റ്, KCCL കേരള വിഷൻ്റെ MD സുരേഷ്, അതുപോലെ തന്നെ സിഡ്കോ പ്രസിഡന്റ്
കെ വിജയകൃഷ്ണൻ, അതുപോലെ തന്നെ കേരള വിഷൻ ന്യൂസിൻ്റെ MD തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പിന്നെ നെക്സ്റ്റ് 16-ാം തീയതി നടക്കുന്ന നമ്മുടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പതാക ഉയർത്തൽ, അതുപോലെ നമ്മുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി COA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർകളാണ്. തുടർന്ന് മറ്റ് കാര്യക്രമങ്ങളൊക്കെ റിപ്പോർട്ടുകളും അതിനുമേലുള്ള ചർച്ചകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കും. ഫെബ്രുവരി 16-ന് കാസർഗോഡ് RK മാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ 10 മണിക്ക് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തും. ശേഷം പുഷ്പാർച്ചന, തുടർന്ന് അനുശോചനം. 10:30-ന് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സ്വാഗതം പറയും. നഗരസഭാ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാഴ്ന്നൂറടി, തിടമ്പ് നൃത്തത്തിനുള്ള അവാർഡ് നേടിയ ഉപേന്ദ്ര അഗിതായ എന്നീ ഓപ്പറേറ്റർമാരെ ആദരിക്കും. ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ കൈകൊട്ടിക്കളി, ക്രിക്കറ്റ്, ഷട്ടിൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്യും. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ ജില്ലാതല പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ P. വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും, K. രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടക്കും. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി എന്നിവർ ചർച്ചകൾക്ക് മറുപടി പറയും. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. KCCL ഡയറക്ടർ K. പ്രദീപ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M. ലോഹിതാക്ഷൻ, സതീഷ് K. പാക്കം, CCN ചെയർമാൻ K. പ്രദീപ് കുമാർ, CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് K. ദിവാകര, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P. പ്രകാശ്, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. VV മനോജ് കുമാർ, ഗിരീഷ് കുമാർ, വിനോദ് എന്നിവരടങ്ങിയ പ്രസീഡിയവും, ജയചന്ദ്രൻ, സുധീഷ്, സുനിൽകുമാർ എന്നിവരടങ്ങിയ മിനിറ്റ്സും, M. ശ്രീധരൻ, M. മനോജ് കുമാർ, G. ചിത്ര എന്നിവരടങ്ങിയ പ്രമേയവും സമ്മേളന നടപടികൾ നിയന്ത്രിക്കും. 2026 മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COAയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര, COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ സതീഷ് K. പാക്കം, COA ജില്ലാ ട്രഷറർ വിനോദ് P. എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ ആക്രമം. 2 പേർ ആശുപത്രിയിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ ആക്രമം. ആക്രമത്തിൽ പരിക്കേറ്റ ഉത്തർപ്രദേശ് സ്വദേശികളായ ദാവൂദ്, ഗുർഖാൻ എന്നിവരെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്നും പുറപ്പെട്ട് മഞ്ചേശ്വരം കറോട അടിപ്പാതയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 2 മണിയോടെ ലോറിയിൽ നിന്ന് അറവുശാലയ്ക്ക് പോത്തുകളെ ഇറക്കുന്നതിനിടെ ഓട്ടോയിലെത്തിയ 5 പേരും ബൈക്കിലെത്തിയ ഒരാൾ ചേർന്നുമാണ് ഇവിടെ കന്നുകാലികളെ ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ലോറി ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. ബഹളം കേട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കണ്ടതോടെ പ്രതികൾ അവിടെ നിന്നും വാഹനങ്ങളിൽ രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മഞ്ചേശ്വരം പോലീസ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട്ടുകാരും കാഞ്ഞങ്ങാടിനെ സ്നേഹിക്കുന്നവരും ചേർന്നാണ് കാഞ്ഞങ്ങാടിൻ്റെ ഇനിയുള്ള നാളുടെ ഭരണം. അപ്പോൾ എന്താണ് വേണ്ടത് നമ്മളെല്ലാവരും കൂടി ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അവിടെ നല്ല മാർക്കറ്റ് ഉണ്ടാവണം. ഒരു നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മത്സ്യ മാർക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഞാൻ ചെയർമാൻ ആയ ഉടൻ തന്നെ അത് ക്ലീൻ ചെയ്യാനാണ് പോയത്. ആ മാർക്കറ്റ് ക്ലീൻ ചെയ്യാനാണ് ആദ്യം ഞാൻ ഇറങ്ങിയത്. ആദ്യത്തെ യാത്രാർത്ഥിക്ക് മാർക്കറ്റിലേക്ക് 3 കോടി രൂപ വന്നിട്ട് കിടക്കുന്നുണ്ട് മാർക്കറ്റിന്. അപ്പോൾ എവിടെ മാർക്കറ്റ് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അതെന്നെ പൊളിച്ച് മതിയണോ, അല്ല പുതിയ മാർക്കറ്റ് വേണോ എന്നൊക്കെ നമുക്ക് സമയം
കുറച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 26 പദ്ധതികൾ മുഴുവൻ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആസൂത്രണത്തിലാണ്. സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് RMA മുഹമ്മദ് കണ്ണൂർ ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CH മൊയ്തീൻ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. BA റഫീഖ്, ഖാലിദ് പഴയങ്ങാടി, ലത്തീഫ് കുമ്പള, ഉസ്മാൻ കാസർഗോഡ്, നൌഫൽ മടക്കര, SKR രവി, CH നസീർ കാഞ്ഞങ്ങാട്, MA റഷീദ് കാസർഗോഡ്, VV കുഞ്ഞികൃഷ്ണൻ, CH ഇബ്രാഹിം, MK ദാമോദരൻ, സത്താർ കുമ്പള, MFK സലാം, മൊയ്നു കുമ്പള, ഹനീഫ ചീൻച, രമീഷ് മഞ്ചേശ്വരം, ശ്രീശൻ, KM മജീദ്, PV രാജു, ബഡവൻ കുഞ്ഞി UKB, MAS മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. CH നൈനുദ്ദീൻ സ്വാഗതവും PK മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. അലാമിപ്പള്ളിയിലാണ് കൺവെൻഷൻ നടന്നത്. എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. അലാമിപ്പള്ളിയിലാണ് കൺവെൻഷൻ നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വേദിയിലെത്തി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസുഖകാര്യങ്ങളും മറ്റൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു കൂട്ടായ്മ, ഇപ്പോൾ SLC കൂട്ടായ്മ, ഡിഗ്രി കൂട്ടായ്മ, പ്രീ ഡിഗ്രി കൂട്ടായ്മ, ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ പോകുന്നുണ്ട്. അതിലൊക്കെ ആടിപ്പാടി സന്തോഷത്തോടെ ടൂറൊക്കെ നടത്തി പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പരസ്പരം അങ്ങോട്ട് പറ്റാവുന്ന രീതിയിൽ കുടുംബങ്ങളിലെ ചടങ്ങുകളിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. വയസ്സ് ഒരു വലിയ കാര്യം ഒന്നുമല്ല, നമ്പർ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. M രാമകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PP മനു, KK ചന്തു, KV ശ്രീഹരി, നാരായണൻ P, M കനകൻ, കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജിത്ത് ബാബു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 40 CRPF ധീരജവാന്മാരുടെ അനുസ്മരണ യോഗം നടത്തി. പുതിയകോട്ടയിൽ വാർഡ് കൗൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ HR സുകന്യ ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 40 CRPF വീരജവാന്മാരുടെ അനുസ്മരണ യോഗം പുതിയകോട്ടയിൽ വാർഡ് കൗൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ HR സുകന്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജവാന്മാർ 40 CRPF ജവാന്മാർ 1919 ഫെബ്രുവരി 14 നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന വഴിയിൽ ജയ്ഷെ മുഹമ്മദ് ഷായുടെ തീവ്രവാദികൾ ബസ്സിന് ID വെച്ച് അതിലുള്ള ജവാന്മാർ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. സംഘടന വെള്ളരിക്കുണ്ട് താലൂക്ക് സെക്രട്ടറി രവീന്ദ്രൻ KK അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ KP നന്ദിയും പറഞ്ഞു. ട്രഷറർ തമ്പാൻ മേലത്ത്, വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് V, ശാലിനി പ്രഭാകർ, സുജാത M, രാധാകൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ MV, രവി KP, വത്സരാജ് P, പ്രകാശൻ KK, നൂതൻ കുമാർ, BMS നേതാവ് ഭാസ്കരൻ ചെമ്പിലോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ സംരംഭകരെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലക്ഷ്യമിട്ട് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതികൾ, സംരംഭത്തിനാവശ്യമായ ലൈസൻസുകളും അനുമതികളും, ബാങ്ക് വായ്പ സംബന്ധിച്ച കാര്യങ്ങൾ, ബാങ്കിംഗ്, സാമ്പത്തിക അവബോധം തുടങ്ങിയ ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിക്കകത്ത് ഈ വ്യവസായത്തിന് വേണ്ടി നമ്മൾ പൈസ നീക്കി വെച്ച സമയത്ത്, സ്വയം സംരംഭകരെ കണ്ടെത്തുന്നതിന് വേണ്ടി തുക നീക്കി വെച്ച സമയത്ത് ആൾക്കാരൊക്കെ ഒരുപാട് അപേക്ഷ തന്നു.
അവരെ വിളിച്ചിരുത്തി അവരോട് എന്താണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. അവർ വന്നിരിക്കുന്നത് ആ സമയത്ത് 30% സബ്സിഡി എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അന്നത്തെ സംരംഭകരെ നമ്മൾ കൂട്ടിയിട്ടിയപ്പോൾ കണ്ടത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിക്കൊണ്ട് കൃത്യമായ ഐഡിയയോടുകൂടി അത് മറ്റുള്ള ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഇത്തരം ശില്പശാലകളൊക്കെ പങ്കെടുത്ത് അതിൻ്റെ അറിവ് നേടിക്കൊണ്ട് ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും തയ്യാറാവണം. ഇപ്പോൾ അമൃത ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 2-3 ദിവസങ്ങളായി നമ്മളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, KV രാധ, M രാമചന്ദ്രൻ, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി, K ശാന്തിനി, A അമൃത എന്നിവർ സംസാരിച്ചു. മുൻ വ്യവസായ വികസന ഓഫീസർ N അശോക്, ബ്ലോക്ക് വികസന ഓഫീസർ K അബിൻ മോഹൻ എന്നിവർ സെമിനാറിൽ വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. My Century Wedding Center. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി C ജാനകിക്കുട്ടി അനുസ്മരണം നടത്തി. മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ചന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം, കാഞ്ഞങ്ങാട് നഗരസഭ മുൻ വികസന സമിതി അധ്യക്ഷയും പൊതുപ്രവർത്തകയുമായ C ജാനകിക്കുട്ടിയുടെ 4ാം ചരമ അനുസ്മരണ ദിനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വിവിധ പരിപാടികളോടുകൂടി നടത്തി. മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ചന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞതാണ്. സഖാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഓരോ അനുസ്മരണ പൊതുയോഗവും ഓരോ രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റെടുക്കണം. അങ്ങനെയാണ് നമ്മൾ അനുസ്മരണ പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ വരുന്ന അനുസ്മരണങ്ങളെല്ലാം അങ്ങനെയാണ്. അവര് നമ്മുടെ പ്രസ്ഥാനത്തിന്, ഈ പൊതുസമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ നമ്മൾ നെഞ്ചേറ്റുന്നതോടൊപ്പം അവർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നേറാനുള്ള പ്രോത്സാഹനവും വഴികാട്ടിയുമായി അവരുടെ ഓർമ്മകൾ, ദീപ്തമായ ഓർമ്മകൾ നമ്മളെ വഴി നടത്തുകയാണ്. നമ്മൾ ഇന്ന് ഈ അനുസ്മരണ പൊതുയോഗം നടത്തുന്നത് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്.
ഒരു ഭാഗത്ത് ജാഥകൾ നടക്കുകയാണ്. വികസന മുന്നേറ്റ ജാഥ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ആരംഭിച്ചു. ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന ജില്ലാ സെക്രട്ടറി ജാഥയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തായാലും കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നടത്തുന്ന നമ്മുടെ സഖാവിന്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പകരമായി ഞാൻ പങ്കെടുക്കുന്നത്. ഏരിയ പ്രസിഡന്റ് PA ശകുന്തള അധ്യക്ഷത വഹിച്ചു. സുനു ഗംഗാധരൻ, VV പ്രസന്നകുമാരി, ദേവി രവീന്ദ്രൻ, അഡ്വക്കേറ്റ് P ബിന്ദു, ഫൗസിയ ഷെരീഫ്, K രുക്മിണി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV സുജാത സ്വാഗതം പറഞ്ഞു. 14 വില്ലേജുകളിൽ നിന്നായി നിരവധി പ്രവർത്തകർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. JCI അലുമിനി ക്ലബ് JACN ചിൽ എന്ന പേരിൽ സോൺ കോൺഫറൻസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് കോൺഫറൻസ് നടന്നത്. JCI അലുമിനി ക്ലബ് JACN ചിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സോൺ കോൺഫറൻസ് കാഞ്ഞങ്ങാട്ടെ രാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത്. സോൺ ചെയർമാൻ JCI സെനറ്റർ സുരേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വാമൻ കുമാർ മാജിക് പ്രദർശനത്തിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പ്രസംഗത്തിനെ മുതിരുന്നില്ല. ബട്ട് ഐ ഷുഡ് അപ്രീഷിയേറ്റ് JCN സുരേഷ് ഫോർ ഹിസ് പെർസീവറൻസ് ആൻഡ് പെർസിസ്റ്റൻസ്. ഈ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം എന്ന 2 വാക്കുകളുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് സുരേഷ്. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ 96-ൽ അദ്ദേഹം ചാപ്റ്റർ പ്രസിഡൻ്റായി കഴിഞ്ഞ് ഏകദേശം 29 വർഷം കഴിഞ്ഞിട്ടാണ് JACയുടെ സോൺ ചെയർമാൻ അദ്ദേഹം വരുന്നത്. ഒരു 29 വർഷം ഈ ഫീൽഡിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആദ്യത്തെ ചെയർമാൻ നാസർ, നാഗേഷ് ചേട്ടൻ അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നാഗേഷ് ചേട്ടൻ അതിലൊരു എക്സെപ്ഷനാണ്. JCI സോൺ 19ന്റെ സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു ഗസ്റ്റ് ഓഫ് ഓണർ ആയി പങ്കെടുത്ത കോൺഫറൻസിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രവീൺ മച്ചേരി സ്വാഗതവും സത്യൻ നന്ദിയും പറഞ്ഞു. സോൺ അവാർഡുകളും ബിസിനസ് എക്സലൻസ് അവാർഡും വിതരണം ചെയ്തു. തുടർന്ന് ആവേശകരമായ DJ പരിപാടിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് VK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, യൂണിറ്റ് പരിധിയിലെ 10, 11, 12, 13, 14 എന്നീ വാർഡുകളിലെ മെമ്പർമാർ എന്നിവരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് VK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ബാക്കി നമ്മുടെ രോഗി, പിന്നെ സജി വളർന്ന ഒരു ശ്രമം വരുന്നത് എന്നാൽ അവിടെ പേര് കിട്ടും നമ്മൾ ഇത് വെക്കാൻ വേണ്ടി. ഈ വാർഡ് വിവരത്തിൽ നമ്മുടെ യൂണിറ്റ് ഏത് തരത്തിൽ വന്നതെന്ന് അറിയില്ല. അവസാനം ഇന്ന് രാത്രി രാജേഷ് വിളിച്ചിട്ടാന്ന് പറയുന്നു നമ്മളതിന് പേര് വിട്ടുപോയി. ഇന്നത്തെ രാത്രി ആ പ്രഭാകരനെല്ലാം ആക്കുന്നുണ്ട്. അവരുടെ ശ്രമം ചോദിക്കുന്നു. പിന്നെ ഇങ്ങനെ പറ്റിപ്പോയതാണ്. സാധാരണ നമ്മൾ യൂണിറ്റ് പരിധിയിൽപ്പെടുന്ന മെമ്പർമാർക്കാണ് കൊടുക്കല്. ഈ വാർഡ് വിളിച്ച സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ വന്നില്ല. അങ്ങനെ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതിന് കൂടുതൽ നമ്മളെ ആവശ്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ ഇന്നലെ ഗ്രാമസഭ കഴിഞ്ഞു, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും തിരക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ഈ വൈകുന്നേരം കാണുന്നുണ്ടാവും ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ പരിപാടി ഇങ്ങനെയല്ല. 10 മണിക്ക് വെച്ച് നല്ല ആളുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, വാർഡ് മെമ്പർമാരായ ഗീത ബാബുരാജ്, കാർത്യായനി, ഷിജി, അർജുൻ യോഗി, സജി K, യൂണിറ്റ് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി വസന്ത ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജൂകേഷ് സ്വാഗതവും ട്രഷറർ രാജേഷ് TK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MRS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ MRS ഫെസ്റ്റും കോൺവൊക്കേഷൻ സെറിമണിയും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. MRS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ MRS ഫെസ്റ്റ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മികവും കഴിവ് വികസനവും ലക്ഷ്യമാക്കിയുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവേകുന്ന രീതിയിലായിരുന്നു ആഘോഷം. ചടങ്ങ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് നൈപുണ്യ വികസനം, വിദ്യാഭ്യാസത്തോടൊപ്പം നൈപുണ്യ വികസനം നൽകുക എന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം ജീവിതത്തിൽ നമുക്ക്
ഭാവി സുരക്ഷിതമാക്കാൻ കഴിയില്ല എന്ന് കാലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഒട്ടേറെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ജോലിക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഞാനൊക്കെ നിങ്ങൾ പഴയ കാലത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, പുതിയ തലമുറ എന്നറിയാം. എങ്കിലും പറയുകയാണ്, ഞങ്ങളൊക്കെ ഒരു സർട്ടിഫിക്കറ്റും എടുത്ത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊണ്ട് അലയുന്ന ഒരു സ്ഥിതിയായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അന്ന് ആരെങ്കിലും ഒരു ജോലി സാധ്യതയുണ്ട് എന്നോ അല്ലെങ്കിൽ ഇന്നത് പഠിച്ചാൽ ജോലി കിട്ടുമെന്നോ പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പഠിച്ചതുകൊണ്ട് മാത്രം, സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം ജീവിതത്തിൽ മെച്ചപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാനും ജീവിതം എങ്ങനെയെന്ന് ഏത് തരത്തിലും ജീവിതത്തിലായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. മാറുന്ന കാലഘട്ടമാണ്. ഈ വർത്തമാന കാലത്തിൽ മത്സരാധിഷ്ഠിതമായ ഒരു രീതിയിലുള്ള പഠനത്തിൽ മാത്രമേ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയൂ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നുവെന്നും തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കുന്ന കോഴ്സുകൾ യുവജനങ്ങൾക്ക് വലിയ അവസരങ്ങളാണെന്നും അവർ പറഞ്ഞു. ശശിരേഖ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ശശിധർ റാവു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആരോഗ്യമേഖലയിൽ സേവന മനോഭാവവും പ്രൊഫഷണൽ മികവും അനിവാര്യമാണെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചു. MRS ഇൻസ്റ്റിറ്റ്യൂട്ട് CEO ഡോക്ടർ മനോജ് VN അധ്യക്ഷത വഹിച്ചു. സ്ഥാപനത്തിന്റെ വളർച്ചയും ഭാവി പദ്ധതികളും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ വിശദീകരിച്ചു. അഡ്വക്കേറ്റ് മധുസൂദനൻ, വിനോദ് ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. പ്രസാദ് കരിച്ചേരി സ്വാഗതം പറഞ്ഞു. പ്രിയ C നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അഭിമാന നിമിഷമായി മാറി. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഫെസ്റ്റിന് നിറവും ആവേശവും പകർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിലുക്കം 2026 പ്രീ പ്രൈമറി കലോത്സവം നടന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി. മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിലുക്കം 2026 പ്രീ പ്രൈമറി കലോത്സവം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. മത്സര വിജയികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ അഭിനന്ദനത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇതേ വേദിയിൽ തന്നെ 3ാമത്തെ പരിപാടിയാണ് പങ്കെടുക്കുന്നത്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒട്ടനവധി സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിരവധിയാർന്ന പ്രവർത്തനങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു വേദിയാണ് ഇത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വെള്ളിക്കോട്ട് എന്ന് പറയുന്നത് കാസർഗോഡിൻ്റെ സാംസ്കാരിക രംഗത്ത് വല്ലാത്ത നിലയിലേക്കുള്ള ആത്മബന്ധം ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു നാട് കൂടിയാണ് ഈ വെള്ളിക്കോട്ട് എന്നുള്ളത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി VV മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് വിദ്യാധരൻ KV അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ അനുമോദനം നടത്തി. സംസ്ഥാന സ്കൂൾ മേളകളിലെ വിജയികൾക്കും പരിശീലകർക്കുമുള്ള അനുമോദനം അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ നിർവഹിച്ചു. പ്രീ പ്രൈമറി ടാലന്റ് പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ് നിർവഹിച്ചു. MV രാഘവൻ, ബിന്ദു K, ശ്രീവിദ്യ KC, M പൊക്ലൻ, ഗിനീഷ് V, സുജിത് K, സനീജ അജയൻ, സജിത് കുമാർ K, KP കുഞ്ഞികൃഷ്ണൻ നായർ, KT ചന്ദ്രൻ, ഹേമമാലിനി P, അമ്പിളി AC, ഗീത PV എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നാടൻ പാട്ട് കലാകാരൻ രവി വാണിയമ്പാറ, കായികാധ്യാപകൻ സോജൻ ഫിലിപ്പ് എന്നിവരുമുണ്ടായിരുന്നു. പ്രേമ B സ്വാഗതവും മനോജ് KV നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ബല്ല ലോക്കൽ കമ്മിറ്റി C ജാനകിക്കുട്ടി അനുസ്മരണം നടത്തി. അനുസ്മരണ പൊതുയോഗം DYFI ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തനത്തിലെത്തുകയും CPIM ബല്ല ലോക്കൽ കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗം, കാഞ്ഞങ്ങാട് നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷ തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അസുഖത്തെ തുടർന്ന് അകാലത്തിൽ അന്തരിച്ച പൊതുപ്രവർത്തകയായിരുന്ന C ജാനകിക്കുട്ടിയുടെ 4ാം ചരമ അനുസ്മരണ ദിനം
CPIM ബല്ല ലോക്കൽ കമ്മിറ്റി വിവിധ പരിപാടികളോടെ നടത്തി. ചെമ്മട്ടം വയലിൽ നടന്ന അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ജാനകിയച്ചയുടെ വിടവാങ്ങൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങേയറ്റം പ്രയാസത്തോടെയാണ് ഈ 4 വർഷത്തിൽ ഇപ്പോഴും സഖാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ ഒത്തുചേരുന്നത്. CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റായി പ്രവർത്തിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലുമെല്ലാം ജനപ്രതിനിധി എന്ന നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടു. നിസ്വർഗത്തിന്റെ പ്രശ്നങ്ങളിൽ ദൈനംദിനം ഇടപെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പോരാളി എന്ന നിലയിലും താൻ ജീവിച്ച കാലത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട സഖാവ് ഈ നാടിനെ വിട്ടുപിരിഞ്ഞു പോയത്. ഏരിയ കമ്മിറ്റി അംഗം KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. P അപ്പുക്കുട്ടൻ, KV സുജാത, M സേതു, KV സുശീല, K ഇന്ദിര, KV രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബല്ല ലോക്കൽ സെക്രട്ടറി N ഗോപി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ബേളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ദ്രവ്യകലശ ശിവരാത്രി ആറാട്ടുത്സവത്തിന് 15-ന് സമാപനമാവും. വിവിധ പൂജകൾ നടന്നു. ബേളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ദ്രവ്യകലശ ശിവരാത്രി ആറാട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. വേളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ധ്വജപ്രതിഷ്ഠയും കലശവും കൊണ്ടാടുന്നു. 6-ാം തീയതി തുടങ്ങി 11-ാം തീയതി ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ അവസാനിച്ചു. അന്ന് കൊടിയേറിയതിനു ശേഷം ശിവരാത്രി ആറാട്ട് മഹോത്സവം സാധാരണ പോലെ ബാക്കി എല്ലാ വർഷവും നടത്തുന്ന പോലെ നടന്നു വരുന്നു.
ജപലഹരി ഭജനാമൃതം നടന്നു. വിവിധ പൂജാതി കർമ്മങ്ങളും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ബേളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ, ദ്രവ്യകലശ, ശിവരാത്രി ആറാട്ട് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ബേളൂർ. മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കനിവ സോവനീർ പ്രകാശനം നടത്തി. കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കനിവ സുവനീർ പ്രകാശനം നടത്തി. കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു പ്രകാശന കർമ്മം നടന്നത്. ജോയിന്റ് രജിസ്ട്രാർ ചന്ദ്രൻ വി പ്രകാശനം നിർവഹിച്ചു. നാലപ്പാടം പത്മനാഭൻ ഏറ്റുവാങ്ങി. അതിൻ്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊരു സോനിയ എന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടുകൂടി അതിന് പ്രകാശനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. KBRA സെക്രട്ടറി മോഹനൻ TV, KBEC വനിതാ വിഭാഗം കൺവീനർ ലത P എന്നിവർ സംസാരിച്ചു. ജഗദീശൻ KV സ്വാഗതവും സുകുമാരൻ V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോഴിക്കോട് ചില്ലീസ് കാറ്ററിംഗ് ബ്രാൻഡ് ഫെബ്രുവരി 15-ന് 5 മണിക്ക് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിക്കും. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ചില്ലീസ് കാറ്ററിംഗ് ബ്രാൻഡ് ഫെബ്രുവരി 15 മുതൽ കാഞ്ഞങ്ങാട്ട്, ഫെബ്രുവരി 15-ന് 5 മണിക്ക് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിക്കും. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിക്കും. 500-ൽ പരം ആളുകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് റംസാൻ ഇഫ്താർ സംഗമം, ബിസിനസ് മീറ്റിംഗ്, കുടുംബസംഗമം, സാംസ്കാരിക പരിപാടികൾ എന്നിവ നടത്താനും ജർമ്മൻ ട്രെൻഡിൽ ഒരുക്കിയ ബാങ്കറ്റ് ഹാളും ഇവരുടെ പ്രത്യേകതയാണ്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ റംസാൻ ഫുഡ് സ്ട്രീറ്റാണ് ഇവരുടേത്. റംസാൻ ഫുഡ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മണിക്ക് ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനവും, അതേപോലെ നമുക്ക് അവിടെ ഒരു ബാങ്കറ്റ് ഹാള് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഫ്താർ സംഗമം ഒരുമിച്ച് നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ബാങ്കറ്റ് ഹാൾ, 200 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് ജർമ്മൻ ടെന്റ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ പ്രയർ ഹാൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം കാലിക്കറ്റ്, സൈനുദ്ദീൻ പടന്ന, ഷാജി കാഞ്ഞങ്ങാട്, ഗോഡ്സൺ ചെമ്മട്ടംവയൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15, 16 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 15-ന് വൈകുന്നേരം 4 മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ അക്രമം. 2 പേർ ആശുപത്രിയിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. അലാമിപ്പള്ളിയിലാണ് കൺവെൻഷൻ നടന്നത്. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 40 CRPF ധീരജവാന്മാരുടെ അനുസ്മരണ യോഗം നടത്തി. പുതിയ കോട്ടയിൽ വാർഡ് കൗൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ HR സുകന്യ ഉദ്ഘാടനം ചെയ്തു. പുതിയ സംരംഭകരെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി C ജാനകിക്കുട്ടി അനുസ്മരണം നടത്തി. മേലാംകോട്ട് AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ചന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.